ഇന്നത്തെ ടോപ്പിക്കിൽ ഇലകൾ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പേജ് 16, നമ്മുടെ ഡേ 13 വൊക്കാബുലറി പരിചയപ്പെടാം. വെറൈറ്റീസ്, വിവിധ തരം, പലതരം, ഡിഫറൻറ്റ് എന്നുള്ള രീതിയിൽ പറയാം. ഫീച്ചേഴ്സ്, പെക്യുലാരിറ്റീസ്, പ്രത്യേകതകൾ. ടേപ്പറിംഗ്, കൂർത്തത്, നമ്മുടെ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. പ്ലേസ്, പ്ലേസ് വെക്കുക എന്നും സ്ഥലം എന്നും അർത്ഥമുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ പ്ലേസ് വെക്കുക, സ്ഥാപിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അണ്ടർനീത്ത്, അടിയിൽ. പാറ്റേൺസ്, ശ്രേണി തുടങ്ങിയ പദങ്ങളാണ് വൊക്കാബുലറിയിൽ നൽകിയിട്ടുള്ളത്. ഇന്നത്തെ GK ചോദ്യം, നീലക്കുറിഞ്ഞി എന്ന പുഷ്പം അപൂർവ ഇനം ആണ്. ഇത് എത്ര വർഷത്തിലൊരിക്കലാണ് പുഷ്പിക്കുന്നത്? 12 വർഷമാണ് ആൻസർ. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പുഷ്പിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്കില് അല്ലെങ്കിൽ നമ്മുടെ അവധിയില്, ഈ വേനൽക്കാല അവധിയില് കുട്ടികൾക്ക് ചെയ്യാൻ കൊടുക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ചുറ്റുമുള്ള ഇലകളുടെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ബുക്കിൽ രേഖപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പൊ 4 കോളങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത് നെയിം ഓഫ് ദ പ്ലാന്റ്. നമ്മൾ ഒരുവിധം സസ്യങ്ങളുടെ എല്ലാം പേരുകൾ പഠിച്ചു കഴിഞ്ഞു, നമുക്കറിയാം. കോക്കനട്ട് ഉണ്ട്, റബ്ബർ ഉണ്ട്, പ്ലാന്റെയിൻ ഉണ്ട്, തേക്ക് ഉണ്ട്, കറി ലീഫ് ഉണ്ട്. നമ്മുടെ വീടിന് ചുറ്റും കാണാൻ കഴിയുന്ന ഒരുപാട് സസ്യങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ ഷേപ്പ് ഓഫ് ദ ലീഫ്, ഇലയുടെ ആകൃതി എങ്ങനെയാണ്? ഡു ലീഫ് സ്മെൽ, ആ ഇലകൾക്ക് മണമുണ്ടോ? കളർ ഓഫ് ദ ലീഫ്, പൊതുവെ ലീഫിന്റെ കളറെല്ലാം ഗ്രീനാണ്. പൊതുവെ ചെടികളുടെ മാത്രമേ ഉള്ളൂ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഉദാഹരണമായിട്ട് കുറച്ച് ആശയങ്ങൾ നൽകിയിട്ടുണ്ട്. കറി ലീഫ് സ്മാൾ ആൻഡ് നാരോ ആണ്, ഡാർക്ക് ഗ്രീൻ ആണ്. ഡാർക്ക് ഗ്രീൻ ഓർ ലൈറ്റ് ഗ്രീൻ എന്ന് എഴുതിയാലും മതിയാകും. മാംഗോ ലോങ് ആൻഡ് ടൈപ്പറിങ്. ഏതെങ്കിലും ചെടിയുടെ ഇലയ്ക്ക് മണമുണ്ടോ ഇല്ലയോ എന്നറിയാൻ അത് ഒന്ന് ഞെവിടി മണപ്പിച്ച് നോക്കിയാൽ മതിയാകും. പിന്നെ അറിയാത്ത സസ്യങ്ങളുടെ, അതായത് തൊടിയിലോ പറമ്പിലോ ഒക്കെ നിൽക്കുന്ന അറിയാത്ത സസ്യങ്ങളുടെ ഇലകൾ ഒന്നും പറിക്കാൻ പോകരുത്. രക്ഷിതാക്കളോട് ചോദിക്കുക. ചോദിച്ചതിന് ശേഷം, അനുവാദം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ളതിൽ ചെന്ന് പിടിക്കാം. ചെറിയണത്തിന്റെ ഇലയുണ്ട്, അതുപോലെ മറ്റ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചെടികൾ ഒരുപക്ഷെ ഉണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമുക്ക് വളരെ പരിചയമുള്ള ഇലകൾ മാത്രം ഉദാഹരണമായിട്ട് എടുത്താൽ മതി. ക്യൂരിയോസിറ്റി കൂടുതൽ കൂടേണ്ടതില്ല. കൂടിയാൽ രക്ഷിതാക്കളോട് അന്വേഷിച്ചതിന് ശേഷം മാത്രം അത്തരം ഇലകൾ എടുക്കുക. ഓക്കെ, അപകടങ്ങളിലോ മറ്റോ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അപ്പൊ ഇത്ര ഒരു ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്? നമുക്ക് എന്തെല്ലാം വ്യത്യാസങ്ങൾ കണ്ടെത്താൻ സാധിക്കും? അപ്പോൾ അവയുടെ കളറിൽ വ്യത്യാസമുണ്ട്, ലീവ്സിന്റെ ഷേപ്സിൽ വ്യത്യാസമുണ്ട്, സൈസസിൽ വ്യത്യാസമുണ്ട്. ലീവ്സ് ഹാവ് ഡിഫറെന്റ് സ്മെൽ. ചില ഇലകൾക്ക് മണമുണ്ട്, ചിലതിന് മണമില്ലാത്ത ഇലകളും ഉണ്ട്. ലീഫ് മാർജിൻസ് ആർ ഡിഫറെന്റ്. ടെക്സ്ചേഴ്സ് may vary. Thickness is different. Leaf veins appear different. Leaf tips differ. ഇലയിൽ അവയുടെ ഷേപ്പ്, കളറ്, ടെക്സ്ചർ, അതിലുള്ള വെയിൻസിന്റെ അപ്പിയറൻസ് തുടങ്ങിയവയെല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഈ രീതിയിൽ ഇലകൾ എല്ലാം വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കുക. അതിനോടൊപ്പം ഒരു അഡീഷണൽ വർക്കായിട്ട് നൽകണമെങ്കിൽ യൂസസ് ഓഫ് ലീവ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇലകളുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാം. ഇലകളുടെ ഉപയോഗം പഠിപ്പിക്കാം. അതിൽ ഇലകൾ എന്ന് പറയുന്നത് ചെടിയുടെ അടുക്കളയാണെന്നും ഇലയിലാണ് ആഹാരം നിർമ്മിക്കുന്നതെന്നും ആഹാരം നിർമ്മിക്കാൻ സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും വേണമെന്നും ജലം വേണമെന്നും ഈ ഒരു പ്രക്രിയയെ ഇംഗ്ലീഷിൽ ഫോട്ടോസിന്തസിസ് എന്നും മലയാളത്തിൽ പ്രകാശ സംശ്ലേഷണം എന്നാണ് പറയുന്നത്. അത് 5ാം ക്ലാസ്സിലെ പഠിക്കാനുള്ളൂ, 3ാം ക്ലാസ്സിൽ പഠിക്കാനില്ല. എന്നിരുന്നാൽ ആ പദം വേണമെങ്കിൽ പരിചയപ്പെടാം. അങ്ങനെ ചെടികൾക്ക് ആവശ്യമുള്ള ആഹാരം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. ഈ ആഹാരത്തിന് ചെടികളുടെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ള കാര്യം പറയാം. ഉദാഹരണങ്ങളായിട്ട് വേണമെങ്കിൽ ഭാഗങ്ങൾ പറഞ്ഞു. ഇപ്പൊ കരിമ്പാണെങ്കിൽ തണ്ട്, ട്യൂബേഴ്സ് ആണെങ്കിൽ അതിന്റെ വേരുകൾ,
ഇലകളിൽ ആഹാരം ശേഖരിക്കുന്നവ, അങ്ങനെ ആ രീതിയിൽ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇത് ചെടിയുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ചെടിയെ ആഹാരമാക്കുന്ന ജീവികളുടെ, മനുഷ്യനുൾപ്പെടെയുള്ള ജീവികളുടെ വളർച്ചയ്ക്കും സഹായകരമാണ്. ചെടികൾ കൊണ്ട് നമുക്ക് ഓക്സിജൻ ലഭിക്കുന്നുണ്ട്, നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം, തുടങ്ങിയ കാര്യങ്ങൾ. ചെടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പറയാൻ സാധിക്കുമോ അതെല്ലാം പറയാം. അപ്പോൾ നമ്മുടെ ക്വിസ് ഇന്നുവരെയുള്ള 13 ദിവസത്തെ ക്വിസുകൾ കൂടി ചേർക്കുമ്പോഴും ചെടികളുടെ പ്രത്യേകതകൾ തന്നെയാണ് കൂടുതലും നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗങ്ങൾ കൂടി കവർ ചെയ്താൽ കുട്ടികൾക്ക് പ്രയോജനകരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു.